സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 6-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈശോനാഥനോട് അടയാളം ആവശ്യപ്പെട്ട് ഈശോയെ പരീക്ഷിക്കുന്ന ജനത്തോട് ഈശോയുടെ മറുപടിയാണ് നമുക്കിവിടെ ഈ സുവിശേഷ ഭാഗത്ത് വായിച്ചു കേൾക്കാൻ സാധിക്കുക. ഒരു തലമുറ അടയാളം അന്വേഷിക്കുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. വളരെ ചെറിയൊരു സുവിശേഷ ഭാഗമാണ്, 3 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ വാക്യം നമ്മൾ ഓരോരുത്തരെയും സംബന്ധിക്കുന്നതാണ്. കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പലയിടങ്ങളിലും അത്ഭുതങ്ങൾ നടന്നു എന്നൊക്കെ അറിയുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് പോകാനും അത് കാണാനും ഒക്കെ ഉള്ളൊരു ആകാംക്ഷയുണ്ടായിരുന്നു. അങ്ങനെ പല ഇടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ചിന്തിക്കുകയുണ്ടായി, അതിൻ്റെ അത്യാവശ്യമുണ്ടോ? തനിയെ തന്നെ ആ ചിന്ത ഉണ്ടായതാണ്. പിന്നീട് ദൈവശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അതൊന്ന് ബലപ്പെട്ടു. കാരണം നമ്മളെന്തോരം അത്ഭുതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. റെവലേഷൻ ഇൻ നേച്ചർ, നാച്ചുറൽ റെവലേഷൻ എന്നൊക്കെ നമ്മൾ പറയാവുന്നൊരു സംഭവം. ഈ പ്രകൃതിയിൽ തന്നെ എന്തോരം വെളിപാടുകൾ നമ്മൾ കാണുന്നുണ്ട്, എന്തോരം അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന സൂര്യൻ അത്ഭുതമാണ്. നമുക്ക് മുമ്പിലിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത്ഭുതമാണ്. നമുക്ക് ജീവനുണ്ടെന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. സർവോപരി കുർബാനയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം ഈശോ നമ്മളെ തേടിയെത്തുന്നു ഓരോ അൾത്താരയിലും എന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ്. അതിനേക്കാൾ വലിയ അത്ഭുതം വേറെ ഈ ലോകത്തില്ല. അപ്പം ഈ അത്ഭുതങ്ങളെല്ലാം നിലനിൽക്കെ ഇനിയൊരു പുതിയ അത്ഭുതം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഒരാൾക്ക് രോഗശാന്തി കിട്ടുന്നത് കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പ്രതിഭാസങ്ങൾ കാണണം, മാതാവിൻ്റെ കണ്ണീരൊഴുകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് കർത്താവിൻ്റെ രൂപത്തിൽ ഒരു ചിത്രം തെളിയുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള ഓട്ടങ്ങൾ നിർത്തുവാനായിട്ടുള്ളൊരു ആഹ്വാനം കൂടിയാണ് ഈ സുവിശേഷ ഭാഗം. നമ്മൾ തീർച്ചയായും നമ്മളുടെ പ്രിയപ്പെട്ടവർക്കോ, നമ്മളുടെ കാര്യം മാറ്റി വയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ രോഗാതുരമായ അവസ്ഥയിൽ അവർ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മെഡിക്കൽ സയൻസിന് മറികടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതെങ്കിൽ ഒരു അത്ഭുതം നടക്കണം, രോഗശാന്തി കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി മാത്രം ചിന്തിക്കുക, അല്ലെങ്കിൽ അങ്ങനൊരു കാഴ്ച കാണാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ, ആകാംക്ഷയുടെ പേരിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ. ഈശാന അതാണ് നമ്മളിവിടെ ഈ സുവിശേഷഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത്. നമ്മളോട് വ്യക്തമായിട്ടും പറയുന്ന വസ്തുത ഇതാണ്: നിങ്ങൾ അടയാളങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ വിട്ടുപോയി. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി എന്നാണ് ഈ സുവിശേഷ ഭാഗത്ത് അവസാനത്തെ വരി നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അടയാളം അന്വേഷിക്കുന്ന ജനത്തെ വിട്ട് അകന്നു പോകുന്ന ഈശോനാഥനാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് കൺമുമ്പിലുള്ള അടയാളങ്ങളിൽ സംതൃപ്തി ഉള്ളവരായി മാറാം. ദിവ്യകാരുണ്യം എന്ന അത്ഭുതത്തിൽ നമ്മൾ ഓരോ ദിവസവും ഹൃദയമിടിപ്പോടുകൂടി വീണ്ടും കണ്ണു തുറക്കുന്നു എന്ന അത്ഭുതത്തിൽ നമുക്ക് മുമ്പിൽ സംഭവിക്കുന്ന ഓരോ നന്മകളും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ ദിവസത്തെയും അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ആ അടയാളങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. അതിനപ്പുറമുള്ളതൊക്കെ വിട്ടുകളയാം. ഈ പരക്കം പാച്ചിലുകളും നമ്മൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കൺവെൻഷൻ സെൻ്ററിലോട്ടൊക്കെ നമ്മൾ ഓടുന്നത് എന്ത് കാണാൻ വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ ദിവ്യകാരുണ്യം എന്ന മഹാത്ഭുതത്തിനപ്പുറം വേറൊരു അത്ഭുതമില്ലെന്നുള്ള ബോധ്യത്തിൽ ആ പരിശുദ്ധപരമായ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.